ഒരു കഴുകൻ്റെ കഥ ഇപ്രകാരമാണ്. അതിൻ്റെ ജീവിവർഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ആയുസ്സ് കഴുകനാണ്. അതിന് 70 വർഷം വരെ ജീവിക്കാൻ കഴിയും. എന്നാൽ ഈ പ്രായത്തിലെത്താൻ കഴുകന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. 40-ാം വയസ്സിൽ കഴുകൻ്റെ നീളമുള്ളതും വഴക്കമുള്ളതുമായ കൈകാലുകൾക്ക് ഇരയെ ഇനി പിടിക്കാൻ കഴിയില്ല. അതിൻ്റെ നീളവും മൂർച്ചയുള്ളതുമായ കൊക്ക് വളയുന്നു. കഴുകൻ്റെ കട്ടിയുള്ള തൂവലുകൾ കാരണം അതിൻ്റെ പഴകിയതും ഭാരമുള്ളതുമായ ചിറകുകൾ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് പറക്കാൻ പ്രയാസമാക്കുന്നു. പിന്നെ കഴുകന് 2 വഴികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ: മരിക്കുക, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ വേദനാജനകമായ പ്രക്രിയയിലൂടെ കടന്നു പോകുക. ഈ പ്രക്രിയ 150 ദിവസം നീണ്ടു നിൽക്കും. ഈ പ്രക്രിയയ്ക്ക് കഴുകൻ ഒരു പർവ്വത ശിഖരത്തിലേക്ക് പറന്ന് അതിൻ്റെ കൂട്ടിൽ ഇരിക്കേണ്ടതുണ്ട്. അവിടെ കഴുകൻ അതിൻ്റെ കൊക്ക് ഒരു പാറയിലിടിച്ച് അത് പറിച്ചെടുക്കും. പിന്നെ കഴുകൻ പുതിയ കൊക്ക് വീണ്ടും വളരുന്നതുവരെ കാത്തിരിക്കും. അതിനുശേഷം അത് അതിൻ്റെ നഖങ്ങൾ പറിച്ചെടുക്കും. അതിൻ്റെ നഖങ്ങൾ വീണ്ടും വളരുമ്പോൾ കഴുകൻ അതിൻ്റെ പഴയ തൂവലുകൾ പറിക്കാൻ തുടങ്ങും. ഇതിനുശേഷം കഴുകൻ അതിൻ്റെ പ്രശസ്തമായ പുനർജന്മ പറക്കൽ നടത്തുകയും 30 വർഷം കൂടി ജീവിക്കുകയും ചെയ്യുന്നു. മാറ്റം എന്തുകൊണ്ടും ആവശ്യമാണ്. അതിജീവിക്കാനും ജീവിക്കാനും നാമും മാറ്റപ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അസുഖകരമായ പഴയ ഓർമ്മകളിൽ നിന്നും നെഗറ്റീവ് ശീലങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥിരമായ മാനസികാവസ്ഥയിൽ നിന്നും നാം മുക്തി നേടുന്നുണ്ട്. കഴിഞ്ഞകാല ഭാരങ്ങളിൽ നിന്നും മോചിതരായാൽ മാത്രമേ നമുക്ക് വർത്തമാനകാലം പ്രയോജനപ്പെടുത്താൻ കഴിയൂ. 40-ാം വയസ്സിൽ ഒരു കഴുകൻ ജീവൻ രക്ഷിക്കുന്നതും ജീവൻ മാറ്റുന്നതുമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയില്ല? പുതിയൊരു യാത്ര ആരംഭിക്കാൻ നിങ്ങളുടെ പഴയ നിഷേധാത്മകമായ വിശ്വാസങ്ങളെ ഉപേക്ഷിക്കുക. മനസ്സ് തുറന്ന് കഴുകനെ പോലെ ഉയരത്തിൽ പറക്കാൻ നിങ്ങളെ അനുവദിക്കൂ. മഴ പെയ്യുമ്പോൾ എല്ലാ പക്ഷികളും അഭയം പ്രാപിക്കുന്നു. എന്നാൽ കഴുകൻ മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് മഴയെ ഒഴിവാക്കുന്നു. പ്രശ്നം എല്ലാവർക്കും പൊതുവായതാണ്. പക്ഷേ അത് പരിഹരിക്കാനുള്ള മനോഭാവമാണ് വ്യത്യാസം വരുന്നത്. മാറ്റത്തെ ഭയപ്പെടരുത്, അത് ഭംഗിയായി സ്വീകരിക്കുക.